പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൃപയുടെ അപ്രതീക്ഷിതമായ തിരിച്ചുവരവിനെ പറ്റി അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ ബലരാമൻ. ഇതേ തുടർന്ന് ഇത് എൻ്റെ തോൽവി തന്നെയാണ്. ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു തോൽവി പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവളെ കൊല്ലുക തന്നെ വേണം. എനിക്ക് അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കണം. ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള ചോദ്യം ഉന്നയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ബലരാമനോട് ബലരാമന്റെ സഹായി. കാര്യങ്ങൾ വിചാരിച്ചതുപോലെയല്ല, ഇപ്പോൾ കൈവിട്ട് പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യും? ആ ഒരു ചോദ്യമാണ് എനിക്കും ചോദിക്കാനുള്ളത്. ഇത് കേൾക്കുന്ന ബലരാമനാകട്ടെ, എനിക്കും ആ കാര്യത്തിൽ ഡൗട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. കാര്യങ്ങൾ എൻ്റെ കൈവിട്ട് പോയിരിക്കുക തന്നെയാണ്. പക്ഷേ എനിക്ക് തോൽവി സമ്മതിക്കാൻ സാധിക്കുകയില്ല. അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കണം. അവരെ തോൽപ്പിക്കുക തന്നെ വേണം. പക്ഷേ എങ്ങനെ? ആ ഒരു തന്ത്രത്തെ പറ്റിയാണ് ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത്. ഒരുപക്ഷെ അവൾക്ക് സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ കാര്യങ്ങളെല്ലാം അവൾ തുറന്നു പറയാനും സാധ്യതയുണ്ട്. നമ്മളാണ് ഇതിന് പിന്നിലാണ് കളിച്ചത് എന്നുള്ള കാര്യം അറിയുകയാണ് എങ്കിൽ പിന്നെ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല. അത് എനിക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുന്നത്. കൃഷിന്റെ തിരിച്ചുവരവ് വലിയൊരു തിരിച്ചടി തന്നെയാണ്. കൃപ എന്നേക്കുമായി ഇല്ലാതായി എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ആ പദ്ധതിയും ഇപ്പോൾ തകർന്നു പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം മാത്രമാണ് ഇപ്പോൾ മുമ്പിൽ ബാക്കിയാകുന്നത്. ഇത് കേട്ടതിനെ തുടർന്ന് ബലരാമൻ അങ്ങനെ എളുപ്പം തോൽവി സമ്മതിച്ചു കൊടുക്കുന്നവനല്ല ഈ ഞാൻ. അതുകൊണ്ട് തന്നെ ഇനി മറ്റൊരു വഴി നോക്കണം. അത് ഞാൻ ചെയ്യുക തന്നെ ചെയ്യും. എനിക്ക് വിജയിക്കണം. അവരുടെ കുടുംബം ഞാൻ തകർത്ത് തരിപ്പണമാക്കും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയിരിക്കുകയാണ്. ഇതേ സമയം കൺമണിയാകട്ടെ കാര്യങ്ങളെല്ലാം അറിയാൻ ഇടയായിരിക്കുകയാണ്. കൃപ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് വളരെയധികം സന്തോഷിക്കുന്ന കൺമണി കൃഷിനെ കാണുന്നതിനായി പോകാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. പക്ഷേ മനോജും കൂട്ടരും അത് തടഞ്ഞുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരുന്നു. എന്തിനാണ് നീ ഇപ്പോൾ അവിടേക്ക് പോകുന്നത്? വിവാഹം ഉറപ്പിച്ച പെൺകുട്ടിയാണ് നീ. അതുകൊണ്ട് തന്നെ നീ ഇപ്പോൾ എടുത്തു ചാടി ഒന്നും ചെയ്യേണ്ടതില്ല എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് മനോജ്. എന്നാൽ കൃപ തനിക്ക് തൻ്റെ സഹോദരിയെ പോലെയാണ്. ആ കുടുംബത്തെ അങ്ങനെ ഉപേക്ഷിച്ചു പോരാൻ തനിക്ക് സാധിക്കുകയില്ല ചേട്ടാ. ഞാൻ ഒരുപാട് അവരെ സഹായിച്ചിട്ടുണ്ട്. അവർ എന്നെയും. അത് ചേട്ടനും അറിയാവുന്ന കാര്യം തന്നെ അല്ലേ എന്ന് ചോദിച്ചതിനെ തുടർന്ന് അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ നീ ഈ കല്യാണം ഉറപ്പിച്ച സമയത്ത് അവിടേക്ക് പോകേണ്ടതുണ്ടോ? ചേട്ടാ, കാര്യങ്ങൾ അങ്ങനെയല്ല. കൃപ ഇപ്പോൾ ജീവിതത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്ന സമയമാണ്. നമ്മളെല്ലാവരും ഇപ്പോൾ സപ്പോർട്ട് നൽകി അവരുടെ കൂടെ നിൽക്കുകയല്ലേ വേണ്ടത്. ആ തകർന്ന കുടുംബം ഇപ്പോൾ മുന്നിലേക്ക് വീണ്ടും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സപ്പോർട്ട് കൊടുക്കുകയല്ലേ വേണ്ടത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് മനോജ് അത് ശരിയാണ് എന്ന് പറയുകയാണ്. നീ പോയിക്കോളൂ, പോയി കണ്ടിട്ട് വരൂ എന്നുള്ള നിർദ്ദേശം മനോജ് കൊടുക്കുകയും ചെയ്തതിനെ തുടർന്ന് വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ കൺമണിക്ക്. ഇതോടെ കൺമണി കൃപയെ കാണുന്നതിനായി എത്തുകയും ചെയ്യുന്നു. കൃപയെ ഇതേ തുടർന്ന് കാണുന്ന കൺമണി കൃപയോട് സമാധാനമായി ഇരിക്കാൻ ആവശ്യപ്പെടുന്നു. കൃപയുടെ തിരിച്ചുവരവിനായി ഈ വീട്ടിലുള്ള എല്ലാവരും കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ആ ഒരു തിരിച്ചുവരവ്
ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഇവിടെയുള്ള ആർക്കും യാതൊരു സംശയവുമില്ല. പണ്ടത്തെ പോലെ കൃപ വളരെയധികം സന്തോഷത്തിൽ ഈ കുടുംബത്തിന്റെ നെടുന്തൂണായി മുന്നിലേക്ക് പോവുക തന്നെ ചെയ്യും. ഞാൻ അത് ഉറപ്പിച്ച് പറയുക തന്നെ ചെയ്യുകയാണ് എന്നുള്ള ഉറപ്പും നൽകുന്നു. ഒരിക്കലും നീ പ്രതീക്ഷകൾ കൈവിട്ട് മുന്നിലേക്ക് പോകരുത് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ കാര്യം ഇതേ തുടർന്ന് കേൾക്കാൻ ഇടയാകുന്നത് കൃപയ്ക്കും സന്തോഷമുണ്ടാക്കുന്ന കാര്യമാകുന്നു. ഈ കാര്യം ഇതേ തുടർന്ന് അറിയാനിടയാകുന്ന കൃഷ് കൺമണിയെ ചെന്ന് കണ്ടിരിക്കുകയാണ്. കൃപയിൽ ഇങ്ങനെയൊരു മാറ്റമുണ്ടാകാൻ കൺമണി കൂടി കാരണമായിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. കൺമണിയുടെ സഹായം ഉണ്ടായിരുന്നില്ല എങ്കിൽ ഒരുപക്ഷെ ഈ കുടുംബം പണ്ടേ തന്നെ ചിതറിപ്പോയേനെ. പക്ഷേ നീയാണ് എല്ലാം മറന്നുകൊണ്ട് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സഹായിച്ചത്. അതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്, പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതിലും അധികം. അതുകൊണ്ട് തന്നെ കൺമണി എന്നും ഈ വീടിന് വേണ്ടപ്പെട്ടവൾ തന്നെയായിരിക്കും എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് കൃഷ്. അപ്രതീക്ഷിതമായ ഈ സംഭവം വളരെയധികം സന്തോഷം നൽകിയിരിക്കുകയാണ് കൺമണിക്കും. ഇതേസമയം സാഗറും സുജയും കൊതിച്ചെത്തുകയാണ്. മാറ്റങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് അവരും വളരെയധികം പ്രതീക്ഷയിൽ മുന്നിലേക്ക് പോവുകയാണ്. ഒരിക്കലും വിചാരിക്കാത്ത വഴിത്തിരിവുകളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന അവർ ഡോക്ടറെ വിവരം അറിയിക്കണം എന്നുള്ള കാര്യം പറയുകയും ചെയ്തതിനെ തുടർന്ന് ഡോക്ടർ കാണുന്നതിനായി വന്നിരിക്കുകയാണ് ഇപ്പോൾ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.